വയനാട് ലോക്സഭാ മണ്ഡലത്തിന് പുറമെ പാലക്കാട് നിയമസഭാ മണ്ഡലം, തൃശൂരിലെ ചേലക്കര നിയമസഭാ മണ്ഡലം എന്നിവിടങ്ങളിലാണ് സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്തുമെന്ന അറിയിപ്പ് UDF ക്യാമ്പിൽ വലിയൊരു ഓളം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയം ഉറപ്പിച്ച ഇവിടെ ഭൂരിപക്ഷം കൂടിയോ കുറഞ്ഞോ എന്ന് മാത്രമാകും ചർച്ച. അതേസമയം ചേലക്കര മണ്ഡലത്തിൽ UDF ക്യാമ്പ് ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. കോൺഗ്രസിന് ചേലക്കരയിലേറ്റ വൻ പരാജയത്തിന് പുറമെ ചേലക്കരയിലെ സ്ഥാനാർത്ഥി ആരെന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മനസ്സിൽ ഒന്നിലധികം പേരുകളുണ്ട്. കഴിഞ്ഞ നാളുകളിലെല്ലാം സംസ്ഥാനത്ത് ആകെ ദൃശ്യമായ UDF അനുകൂല കാറ്റിൽ ഇടതു കോട്ടയായ ചേലക്കര കടപുഴകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. അതുകൊണ്ട് തന്നെ ചേലക്കരയിലെ ഊഴം കാത്ത് സ്വപ്നം കണ്ടുറങ്ങുന്ന നേതാക്കൾ പാർട്ടിയിൽ ചരടുവലി ശക്തമാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഔദ്യോഗിക ചർച്ചകളിലേക്ക് നേതൃത്വം കടന്നിട്ടില്ല എങ്കിലും മുൻ MP കൂടിയായ രമ്യ ഹരിദാസിന്റെ പേരിനാണ് മുൻതൂക്കം. സംവരണ മണ്ഡലമായ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതു മുതൽ പുറത്തുവന്നിരുന്ന റിപ്പോർട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ രാധാകൃഷ്ണനോട് രമ്യ പരാജയപ്പെട്ടിരുന്നു. തോറ്റെങ്കിലും എന്താ, മികച്ച പ്രകടനം രമ്യ ഹരിദാസ് കാഴ്ചവെച്ചു എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ ജയിച്ചത് 39,400 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് കണക്ക് പരിശോധിച്ചാൽ LDFന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ രമ്യയ്ക്ക് സാധിച്ചുവെന്നും ഇവർ വിശദീകരിക്കുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണന്റെ വാർഡിൽ അടക്കം രമ്യയ്ക്ക് കൂടുതൽ വോട്ട് ലഭിച്ചു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് നിലയിൽ മാറ്റമുണ്ടായി. ചേലക്കരയിലെ കണക്കിൽ 5000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് രാധാകൃഷ്ണന് ലഭിച്ചത്. മാത്രമല്ല, രാധാകൃഷ്ണൻ വോട്ട് ചെയ്ത ബൂത്തിലും പഞ്ചായത്തിലും രമ്യ കൂടുതൽ വോട്ട് പിടിച്ചതും രമ്യയ്ക്ക് അനുകൂലമായ ഒരു ഘടകമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു. നേരത്തെ ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ ഷാനിമോൾ ഉസ്മാൻ ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് ജയിച്ചതും രമ്യയെ പിന്തുണയ്ക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ രമ്യ മത്സരിക്കുകയാണെങ്കിൽ CPM-ൽ നിന്നും ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. വനിതാ വോട്ടർമാരെ കൂടെ നിർത്താൻ രമ്യയ്ക്ക് സാധിക്കുമെന്നും വിലയിരുത്തലുണ്ട്. എന്നാൽ തോറ്റ സ്ഥാനാർത്ഥിയെ വീണ്ടും മത്സരിപ്പിക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് രമ്യയെ മത്സരിപ്പിക്കുന്നതിന് എതിരഭിപ്രായമുള്ളവരുടെ വാദം. രമ്യയ്ക്ക് പുറമെ മറ്റു ചില പേരുകളും ചർച്ചയിലുണ്ട്. നാട്ടികയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച സുനിൽ ലാൽ, KV ദാസൻ, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീലാൽ ശ്രീധർ എന്നിവരാണ് ചർച്ചയിലുള്ളത്. എന്നാൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇതുവരെയും നേതൃത്വത്തിൽ നിന്നും ഒരു നിർദ്ദേശവും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് രമ്യ ഹരിദാസ് പറയുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലാണ് രമ്യ ഇക്കാര്യം തുറന്നു പറയുന്നത്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനമെല്ലാം നേതൃത്വമാണ് കൈക്കൊള്ളുക. താൻ പാർട്ടി പ്രവർത്തകം മാത്രമാണ്. തന്നിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റുക എന്നതാണ് തന്റെ ജോലിയെന്നും രമ്യ പറഞ്ഞു. ആലത്തൂരിലെ പരാജയത്തെക്കുറിച്ച് നേതൃത്വമാണ് പരിശോധിക്കേണ്ടതെന്നും രമ്യ വ്യക്തമാക്കി. ചേലക്കരയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചെല്ലാം പാർട്ടി നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് വിശ്വാസം. 2019 എന്നെ മത്സരിപ്പിച്ചത് പാർട്ടിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയതും പാർട്ടിയാണ്. പാർട്ടി നിർദ്ദേശം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ മാത്രമാണ് ഞാനെന്നും രമ്യ കൂട്ടിച്ചേർത്തു. ചരിത്രം പരിശോധിച്ചാൽ 1965 മണ്ഡലം നിലവിൽ വന്നതു മുതൽ പട്ടികജാതി സംവരണ മണ്ഡലമാണ് ചേലക്കര. തിരുവില്ലാമല, പഴയന്നൂർ, കൊണ്ടാഴി, ചേലക്കര, പാഞ്ഞാൾ, വള്ളത്തോൾ നഗർ, മുള്ളൂർക്കര, വരവൂർ, ദേശമംഗലം എന്നിങ്ങനെ 9 പഞ്ചായത്തുകളായാണ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. ഇതിൽ തിരുവില്ലാമല, കൊണ്ടാഴി, പഴയന്നൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ UDF ആണ് ഭരണത്തിലുള്ളത്. മറ്റ് 6 പഞ്ചായത്തുകളും LDFന്റെ കൈകളിലാണ്. ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും LDF തന്നെയാണ് ഭരണത്തിലുള്ളത്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായിരുന്നു വിജയം. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ CPM മണ്ഡലം തിരിച്ചുപിടിച്ചു. 1970 മുതൽ 80 വരെ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മണ്ഡലം നിലനിർത്തി. KK ബാലകൃഷ്ണനായിരുന്നു തുടർച്ചയായി അന്ന് കോൺഗ്രസിന് വേണ്ടി വിജയിച്ചത്. എന്നാൽ 82-ൽ CK ചക്രപാണിയിലൂടെ CPM വീണ്ടും മണ്ഡലം തിരിച്ചുപിടിച്ചു. 1987-ൽ മണ്ഡലം കോൺഗ്രസിന്റെ കൈകളിലെത്തി. 1991-ലും കോൺഗ്രസിനായിരുന്നു വിജയം. 1996 മുതലാണ് മുൻ മന്ത്രി കൂടിയായ K രാധാകൃഷ്ണൻ ചേലക്കരയിൽ മത്സരത്തിനായി ഇറങ്ങുന്നത്. കന്നി അംഗത്തിൽ തന്നെ അദ്ദേഹം വിജയിച്ചു. തുടർന്ന് 4 തവണയാണ് രാധാകൃഷ്ണൻ CPM-ന് വേണ്ടി മണ്ഡലത്തിൽ വിജയിച്ചത്. 2016-ൽ അദ്ദേഹം മാറി നിന്നപ്പോൾ UR പ്രദീപ് ആയിരുന്നു മത്സരിച്ചത്. അന്നും CPM-നൊപ്പം മണ്ഡലം നിന്നു. ഇത്തവണ രാധാകൃഷ്ണൻ ഇല്ലാത്ത മണ്ഡലത്തിൽ രാധാകൃഷ്ണന്റെ അഭാവത്തിൽ മണ്ഡലം പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഉള്ളത്.